നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. കലയുടെയും കവിതയുടെയും നർമ്മത്തിൻ്റെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ 2024 സെപ്റ്റംബർ 4 ബുധനാഴ്ച രാവിലെ 11:43 ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ നിന്നും രവിയുടെ രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. കന്നിയിൽ ഉച്ചനും മീനത്തിൽ നീചനും മിഥുനത്തിൽ സ്വക്ഷേത്രവാനുമായ ബുധൻ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബലവാനായി നിന്നാൽ അയാൾ ബുദ്ധിമാനും നിപുണശക്തിയും വിവേകശക്തിയും കൂടിയവനുമായിരിക്കും. വിഷയങ്ങൾ വളരെ വേഗം ഗ്രഹിക്കാനും അവയെ ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് നിലനിർത്താനും ആവശ്യം വരുമ്പോൾ പ്രകടിപ്പിക്കാനും കഴിവുള്ളവനായിരിക്കും. രാഷ്ട്രീയമായി സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ബുധൻ കഴിവുകൾ നൽകും. വിദേശങ്ങളിലേക്ക് പോകാനും ബുധൻ ഇവർക്ക് താല്പര്യം ജനിപ്പിക്കും. ഗൂഢവിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഈ കാര്യത്തിൽ ഇവർ അധ്യാപകൻ്റെയോ ഗുരുവിൻ്റെയോ സഹായം തേടുകയില്ല. അങ്ങനെ മനുഷ്യനെ വിദ്യയുടെയും കലാവാസനയുടെയും ഗണിതജ്ഞാനത്തിൻ്റെയും സുന്ദരമായ ലോകത്തിലേക്ക് നയിക്കുന്ന ഗ്രഹമായ ബുധനാണ് 2024 സെപ്റ്റംബർ 4 ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഇവിടെ ബുധൻ സെപ്റ്റംബർ 22 വരെ സ്ഥിതി ചെയ്യും. ചിങ്ങത്തിൽ ബുധൻ ഗ്രഹങ്ങളുടെ രാജാവായ രവിയുമായിട്ട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിക്കുന്നു. ഈ രാശിയിൽ നടക്കുന്ന നിപുണയോഗം പല രാശിക്കാർക്കും മഹാഭാഗ്യങ്ങൾ നൽകും. അത് ഏത് രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇടവൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവത്തിൻ്റെ 4ാം ഭാവത്തിലൂടെയാണ് രവി ബുധന്മാർ സഞ്ചരിക്കുന്നത്. സെപ്റ്റംബർ 22 വരെയാണ് ഈ നിപുണയോഗം നടക്കുന്നത്. ബുധൻ്റെ ഈ രാശിമാറ്റം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും കാലമായിരിക്കും ഇടവക്കൂറുകാർക്ക് നൽകുക. കലാസാഹിത്യാദി രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെ ഉയർച്ച ഇവർക്കുണ്ടാകും. നാനാതരത്തിലൂടെയും സമ്പത്ത് കയ്യിൽ വരുന്ന സമയമാണ്. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. അമ്മാവൻ, മരുമക്കൾ എന്നിവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും. അമ്മയുടെ വാത്സല്യം ലഭിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. മികച്ച ആരോഗ്യമുണ്ടാകും. സർക്കാർ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവികൾ ലഭിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകും. പ്രശംസനീയമായ നിലയിൽ കുട്ടികൾക്ക് വിജയം ലഭിക്കും. ഗ്രഹാന്തരീക്ഷം സന്തുഷ്ടമായിരിക്കും. ഭൂമി, വസ്തു, ഖനികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കും. വാഹന കച്ചവടത്തിൽ നിന്നും വൻപിച്ച ലാഭമുണ്ടാകുമെന്ന് യോഗം കാണുന്നു. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. അമ്മയുടെ ഉപദേശങ്ങൾ വിലപ്പെട്ടതായി തീരും. വീട്, വാഹനം എന്നിവയൊക്കെ കൈവശം വരുന്ന സമയമാണ്. പൊതുവെ ധനലാഭവും മാതൃസുഖവും കുടുംബസുഖവുമാണ് ലഭിക്കുന്നത്. അടുത്തതായി ചിങ്ങൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. മകം, പൂര, ഉത്തരങ്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ ജന്മത്തിലാണ് ഈ ബുധാദിത്യ യോഗം സംഭവിക്കുന്നത്. ഈ നിപുണയോഗം ജാതകത്തിലുള്ളവർ എല്ലാ കാര്യങ്ങളിലും നൈപുണ്യമുള്ളവനും വിദ്യയും ബുദ്ധിയും ഉള്ളവനായിരിക്കും. ബുധൻ്റെ ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും. സാധിക്കാതെ കിടന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ കഴിയും. സാമ്പത്തിക ക്ലേശങ്ങൾ കൊണ്ട് മാനസികമായി തകർന്നിരുന്ന ഇവർക്ക് അവിചാരിതമായ ധനം കയ്യിൽ വന്നു ചേരും. കിട്ടാതെ കിടന്ന സ്വത്ത് കയ്യിൽ വന്നു ചേരും. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിക്കും. ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നിരുന്നവർക്ക് ജോലി ലഭിക്കും. അത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സന്താനങ്ങളില്ലാതെ വളരെ കാലമായി ദുഃഖിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വൻ വിജയങ്ങൾ ലഭിക്കും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പേരും പെരുമയും ഉണ്ടാകും. മനസ്സിൽ നല്ല ചിന്തകൾ ഉദിക്കുന്ന സമയമാണ്. സാഹിത്യാദി കലകളിൽ താല്പര്യമുള്ളവർക്ക് തൻ്റെ അഭിരുചിയെ പുഷ്ടിപ്പെടുത്താൻ കഴിയും. അതിൻ്റെ ഫലമായി ധാരാളം നല്ല സൃഷ്ടികൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. പേരും പെരുമയും ഉണ്ടാകും. പൊതുവെ ജീവിതം സന്തോഷപ്രദമായിരിക്കും. തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. തുലാമിൻ്റെ 11ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സംസാരകലയിൽ താല്പര്യമുള്ളവർക്കും അധ്യാപകർ, പ്രാസംഗികർ, രാഷ്ട്രീയക്കാർ എന്നിവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇവർക്കെല്ലാം ഒരു ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ്. ഇവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും വലിയ നേട്ടങ്ങൾ ലഭിക്കും. ശാരീരിക അസ്വസ്ഥതയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആരോഗ്യം വളരെ മെച്ചമാകും. ബന്ധുക്കളുടെ അംഗീകാരവും സ്നേഹവും ലഭിക്കും. പണവും ആർഭാട സാധനങ്ങളും കയ്യിൽ വന്നു ചേരും. കുട്ടികൾക്ക് വിദേശ പഠനത്തിന് പോകാൻ കഴിയും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാകും. ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കും.
കലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്ക് അനുഗ്രഹീത സമയമാണ്. പൊതുവെ ആരോഗ്യവും പ്രശംസയും സുഖവും ധനാഗവുമാണ് ഫലം. ഇനി അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികത്തിൻ്റെ 10ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളും ഉയർച്ചയും ഉണ്ടാകും. ജോലിസ്ഥലത്ത് കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. പുതിയ സ്നേഹിതരെ ലഭിക്കും. എഴുത്തു തൊഴിലാളികൾക്ക് വൻ നേട്ടങ്ങളുണ്ടാകും. മാധ്യമപ്രവർത്തകർക്കും കലാകാരന്മാർക്കുമാണ് നേട്ടങ്ങൾ കൂടുതൽ. കലയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല വരുമാനം കിട്ടുന്ന സമയമാണ്. തിരികെ കിട്ടാതെ കിടന്ന പണം ചോദിക്കാതെ തന്നെ കയ്യിൽ വരും. ഉദ്യോഗസ്ഥർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും. ഷെയർ ബിസിനസ്സിൽ നിന്നും നല്ല വരുമാനം കിട്ടും. ശത്രുക്കളെല്ലാം പരാജയപ്പെടും. പൊതുവെ ധനലാഭവും ബഹുമാനപ്രാപ്തിയും സന്തോഷവുമാണ് ഫലം. ഇനി മകരം രാശിയെക്കുറിച്ച് സംസാരിക്കാം. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. മകരം രാശിയുടെ 8ാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. പ്രസിദ്ധിയും പ്രതാപവും സർവ്വരാലും ആദരിക്കപ്പെടുന്ന രീതിയിലുമുള്ള ഒരു ജീവിതം ഇവർക്ക് ലഭിക്കും. വിദ്യ കൊണ്ട് വലിയ രീതിയിൽ പ്രയോജനം കിട്ടുന്ന സമയമാണ്. കർമ്മരംഗത്ത് വളരെ ശോഭിക്കും. ഉയർന്ന പദവികളും വരുമാനവും ലഭിക്കും. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയും. അവരുടെ ഉയർച്ച കണ്ട് ആനന്ദിക്കാൻ കഴിയും. ബന്ധുബലവും സുഹൃത്ത് ബലവും കൂടും. നല്ല സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുത്തും. പൊതുവെ സന്തോഷവും കുടുംബസുഖവുമാണ് ഫലം. 2024 സെപ്റ്റംബർ 4 ബുധൻ ചിങ്ങത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നതിൻ്റെ ഫലമായി 5 രാശിക്കാർക്കുണ്ടായ ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ മുകളിൽ വിവരിച്ചത്. മറ്റുള്ള രാശിക്കാർക്ക് വലിയ ദോഷങ്ങൾ ഒന്നും കൂടുതലായി ഉണ്ടാകുകയില്ല. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ എല്ലാ ദിവസവും ജപിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി ഇനി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.